പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, വലിയാഴ്ചയിലെ ഏറ്റവും സുപ്രധാന ദിവസങ്ങളിൽ ഒന്നിന്റെ തലേദിവസമാണ് നമ്മളിപ്പോൾ. ബുധനാഴ്ച ദിവസം, പെസഹ ബുധനാഴ്ച. യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം 20 മുതൽ 36 വരെ വാക്യങ്ങൾ നമ്മൾ ഇന്ന് വായിച്ച് ധ്യാനിക്കുന്നു. ഈ വലിയ ആഴ്ചയിൽ ഈശോയുടെ പീഡാസഹനത്തെക്കുറിച്ച് സൂചന നൽകുന്ന വായനകളാണ് ഇന്നുമുള്ളത്. ഗ്രീക്കുകാർ ഈശോയെ അന്വേഷിച്ചു വരുന്നതും അവരുടെ അന്വേഷണത്തെക്കുറിച്ച് അറിയുമ്പോൾ മനുഷ്യപുത്രൻ ഉയർത്തപ്പെടേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് ഈശോ പറയുന്നതുമാണ് ഇന്നത്തെ സുവിശേഷം. ഈശോ പറയുന്നു, ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുന്നില്ലെങ്കിൽ അത് അങ്ങനെ തന്നെ ഇരിക്കും, അഴിയുന്നെങ്കിലാണ് കൂടുതൽ ഫലം പുറപ്പെടുവിക്കുന്നത്. സ്വയം അഴിയാൻ തയ്യാറാകുന്നത് സത്യത്തിൽ പിതാവിന്റെ മനസ്സനുസരിച്ച് പിതാവിനെ മഹത്വപ്പെടുത്തലാണെന്ന് ഈശോ മനസ്സിലാക്കുന്നു. അങ്ങനെ സ്വയം ഇല്ലാതാകാൻ, സ്വയം സുരക്ഷിതത്വത്തിന്റെ ആ കൂട് പൊട്ടിച്ച് അതിൽ നിന്ന് പുറത്തു വരാൻ ശക്തി തരണമെന്ന് ഈശോ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ സുവിശേഷം പറയുന്ന ഒരു ഇടിമുഴക്കം ഉണ്ടായി. ആളുകൾ അതിനെ കേട്ടത് അവനോട് ഈശോയുടെ ഒരു ദൂതൻ സംസാരിച്ചു എന്നാണ്. എന്നാൽ നമ്മൾ കൃത്യമായിട്ട് കാണുന്നുണ്ട്, പീഡാസഹനത്തിലേക്ക് പോകാൻ വേണ്ടി ശക്തി തരണമേ എന്ന് ഗത്സമൻ തോട്ടത്തിലിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഒരു ദൂതൻ അവനെ ശക്തിപ്പെടുത്താനായി വന്നു എന്ന് സുവിശേഷം എഴുതിയിരിക്കുന്നു. നമ്മളും ഈശോയ്ക്ക് വേണ്ടി എളിമപ്പെടാൻ തയ്യാറാകുമ്പോൾ, സ്വയം ഒന്ന് അഴിഞ്ഞ് ഇല്ലാതാകാൻ, ഗോതമ്പ് മണി പോലെ അഴിഞ്ഞില്ലാതാകാൻ തയ്യാറാകുമ്പോൾ അതുവഴി ഈശോയെ മഹത്വപ്പെടുത്തുകയാണ് എന്ന് ഓർത്തുകൊണ്ട് അങ്ങനെ എളിമപ്പെടാനും വിനയപ്പെടാനും തയ്യാറാകുമ്പോൾ നമ്മളെയും ഈശോ ഉയർത്തും. നമുക്കും അത് ചെയ്യാനുള്ള സഹായം സ്വർഗത്തിൽ നിന്ന് കിട്ടും എന്ന് ഈശോയുടെ അനുഭവത്തിലൂടെ നമുക്ക് കാണിച്ചു തരികയാണ്. ഈശോയെ സഹായിക്കാൻ സ്വർഗത്തിൽ നിന്നൊരു ദൂതൻ അപ്പോൾ ആ സമയത്ത് പ്രത്യക്ഷപ്പെട്ടു എന്ന് ഈശോയുടെ ഗത്സമൻ തോട്ടത്തിലെ പ്രാർത്ഥനയുടെ സമയത്ത് പറയുന്നു. ഈശോയിൽ വിശ്വസിച്ച് ഈശോ ആഗ്രഹിക്കുന്നത് പോലെ ചെയ്യുന്നവർക്ക് ജീവിതത്തിൽ ഏതെങ്കിലുമൊക്കെ തരത്തിൽ സ്വർഗത്തിൽ നിന്ന് ദൂതന്മാരുടെ സഹായം അവരുടെ പദ്ധതികൾ പൂർത്തീകരിക്കാനായി കിട്ടുമെന്ന് ഈശോ ഇവിടെ നമ്മളെ പഠിപ്പിക്കുകയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, ഞങ്ങൾ ഈ പ്രഭാതത്തിൽ അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു എന്ന് പറയുന്നു. ഏറ്റവും സുപ്രധാന ദിവസങ്ങളിൽ ഒന്നിൽ ഞങ്ങൾ അങ്ങയുടെ ഹൃദയത്തോട് ചേർന്നിരിക്കാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങളും അങ്ങയുടെ മാതൃകയനുസരിച്ച് നിലത്ത് വീണ് അഴിഞ്ഞ് മറ്റുള്ളവർക്കായി നന്മയായി മാറേണ്ടവരും മറ്റുള്ളവർക്കായി സ്വയം സമർപ്പിക്കേണ്ടവരുമാണെന്നുള്ള ബോധ്യം തരണമേ. അത് ഞങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, അതിലൂടെ അങ്ങയെ മഹത്വപ്പെടുത്തുകയാണെന്നുള്ള ഉറച്ച ബോധ്യവും വിശ്വാസവും ഞങ്ങൾക്ക് തരണമേ. ഞങ്ങൾ അങ്ങനെ എളിമപ്പെടാൻ ആഗ്രഹിക്കുമ്പോൾ, അങ്ങയ്ക്ക് വേണ്ടി സ്വയം നഷ്ടപ്പെടുത്താൻ ആഗ്രഹിക്കുമ്പോൾ, അങ്ങയുടെ പദ്ധതി ഞങ്ങളിലൂടെ പൂർത്തീകരിക്കപ്പെടാൻ ഞങ്ങൾക്ക് വേണ്ട സഹായം അങ്ങയുടെ സ്വർഗത്തിൽ നിന്ന് വലത് കൈ നീട്ടി ഞങ്ങൾക്ക് നൽകുകയും ചെയ്യണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും നമ്മുടെ ഈ അനുഗ്രഹീത ദിവസത്തോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.